ഇതിൽ നോക്കാൻ പോകുന്നത് ട്രാൻസ്ഫർ ഓഫ് കേസസ് ആണ്. CPC-യിൽ സെക്ഷൻ 22 മുതൽ 25 വരെയാണ് ട്രാൻസ്ഫർ ഓഫ് കേസസിനെ പറ്റിയിട്ട് പറയുന്നത്. ഇതിൽ സെക്ഷൻ 22-ൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നിൽ കൂടുതൽ ജൂറിസ്ഡിക്ഷനുള്ള പ്ലെയിൻറ്റ് ഡിഫൻഡൻറ്റിന് വേണമെങ്കിൽ വേറൊരു ജൂറിസ്ഡിക്ഷനിൽ ആ പ്ലെയിൻറ്റ് ഫയൽ ചെയ്യാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതായത് ട്രാൻസ്ഫർ ചെയ്യാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ഡിഫൻഡൻറ്റിനുണ്ട്. ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കേസ്, അതായത് ഒരു പ്ലെയിൻറ്റിഫ് എന്ത് ചെയ്തു, ഒരു ജൂറിസ്ഡിക്ഷനിൽ ഫയൽ ചെയ്തു. ആ പ്ലെയിൻറ്റിന് പക്ഷെ ഒന്നിൽ കൂടുതൽ ജൂറിസ്ഡിക്ഷൻ ഉണ്ട്. അങ്ങനെ ഇരിക്കെ ഡിഫൻഡൻറ്റ് എന്ത് ചെയ്യാം, ഈ ജൂറിസ്ഡിക്ഷൻ, അതായത് ഫയൽ ചെയ്ത ജൂറിസ്ഡിക്ഷനിൽ നിന്ന് മറ്റേ ജൂറിസ്ഡിക്ഷനിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ഡിഫൻഡൻറ്റിനുണ്ട്. അതാണ് സെക്ഷൻ 22-ൽ പറയുന്നത്. ഇനി സെക്ഷൻ 23-ൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കണം. അപ്പോൾ ഈ ട്രാൻസ്ഫർ ഓരോ കേസിനും എവിടെയൊക്കെയാണ് ട്രാൻസ്ഫർ ചെയ്യാനായിട്ടുള്ള ആപ്ലിക്കേഷൻ ഏതൊക്കെ കോടതിയിൽ ഫയൽ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് സെക്ഷൻ 23-ൽ പറയുന്നത്. ഇനി സെക്ഷൻ 24-ൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കേസ് നടക്കുന്ന സമയത്ത് ഏതൊരു സ്റ്റേജിൽ വേണമെങ്കിലും ആ കേസിനെ ട്രാൻസ്ഫറോ വിഡ്രോ ചെയ്യാനായിട്ടുള്ള റൈറ്റ് ആർക്കുണ്ട്? ഹൈക്കോർട്ടിനും ഡിസ്ട്രിക്ട് കോർട്ടിനും ഉണ്ട്. അതായത് സ്വയമേധ തന്നെ എന്ത് ചെയ്യാം, ആ കേസിനെ ട്രാൻസ്ഫറോ വിഡ്രോയോ ചെയ്യാനായിട്ട് പറ്റും. ഇതിൽ പാർട്ടീസിനും എന്ത് ചെയ്യാം, ആപ്ലിക്കേഷൻ കൊടുക്കാം. അതായത് പ്ലെയിൻറ്റിഫും ഡിഫൻഡൻറ്റിനും എന്താണ് ആപ്ലിക്കേഷൻ കൊടുത്താൽ തന്നെ എന്ത് ചെയ്യും, ഹൈക്കോർട്ടും ഡിസ്ട്രിക്ട് കോർട്ടും സ്വയമേധ ആ കേസിനെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റും. ഇനി സെക്ഷൻ 25-ൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സുപ്രീം കോടതിക്ക് എന്തുണ്ട്, അതിനുള്ള റൈറ്റ് ഉണ്ട്. അതായത് സുപ്രീം കോടതിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒരു സ്റ്റേറ്റിലുള്ള കേസ് മറ്റൊരു സ്റ്റേറ്റിലോട്ട് മാറ്റാനായിട്ടുള്ള, അതായത് ട്രാൻസ്ഫർ ചെയ്യാനായിട്ടുള്ള ഇത് ഉണ്ട്, അതായത് റൈറ്റ് ഉണ്ട് എന്നാണ് സെക്ഷൻ 25-ൽ പറയുന്നത്. ഇതൊക്കെയാണ് ട്രാൻസ്ഫർ ഓഫ് കേസസിനെ കുറിച്ചിട്ട് സെക്ഷൻ 22 മുതൽ 25 വരെ CPC-യിൽ പറയുന്നത്. ഇനി ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളിത് ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇനി കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക് യു.